ഇടക്കാല ബജറ്റ് അവതരണത്തിനായി കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിലെത്തി. രാഷ്ട്രപതിയെ കണ്ടതിന് ശേഷമാണ് ധനമന്ത്രി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെത്തിയത്. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുക. ഇത് 6ാം തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇടക്കാല ബജറ്റാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അധികാരത്തിലേറുന്ന പുതിയ സർക്കാർ ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും. 2014 മുതലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ബജറ്റിൽ ഉയർത്തിക്കാട്ടും. ആദായ നികുതി ഇളവ്, കർഷകരെയും വനിതകളെയും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അടക്കമുള്ള ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. സ്ത്രീപക്ഷ ബജറ്റാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സൂചന നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം സമ്പൂർണ്ണ ബജറ്റ് ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. ആദായ നികുതി ഇളവുകൾ, ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾക്കും കർഷകർക്കുമുള്ള സഹായമടക്കം ബജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത. ഇടക്കാല ബജറ്റുകളിൽ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിയന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചേക്കും. ബജറ്റ് പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമായിരിക്കുമെന്നാണ് സൂചന. എങ്കിലും ആദായ നികുതിയിൽ വലിയ ഇളവുകൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നത് കണക്കിലെടുത്ത് കായിക രംഗത്തും പ്രഖ്യാപനങ്ങൾ വന്നേക്കും. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയതിനു പിന്നാലെയുള്ള ആദ്യ കേന്ദ്ര ബജറ്റിനെ സംസ്ഥാനം കാത്തിരിക്കുന്നത് പ്രതീക്ഷയിലാണ്. കേരളവും ഏറെ പദ്ധതി പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ സിൽവർ ലൈൻ പദ്ധതിക്കു കേന്ദ്രത്തിന്റെ പച്ചക്കൊടി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിനായി 737 കോടി രൂപ. വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് ലോജിസ്റ്റിക്സ് ഹബ്ബ്. കേരളത്തിലെ മറ്റു തുറമുഖങ്ങളുടെ വികസനത്തിനും കൂടുതൽ സഹായവും പ്രതീക്ഷിക്കുന്നു. കൊച്ചി മെട്രോയുടെ തുടർ വികസനം, തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികൾക്കുള്ള സഹായം, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെ നിലച്ച പുതിയ ദേശീയപാത പദ്ധതികൾക്കായി പ്രത്യേക നിർദ്ദേശം തുടങ്ങിയ പ്രതീക്ഷകൾ കേരളത്തിനുണ്ട്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, കൊല്ലം ചെങ്കോട്ട ഹൈവേ, മൈസൂർ മലപ്പുറം ഹൈവേ തുടങ്ങിയ പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാകണമെങ്കിൽ കേന്ദ്രം ഇളവ് നൽകണം. റബ്ബറിന്റെ താങ്ങുവില 170 രൂപയിൽ നിന്നും 250 രൂപയെ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.